എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയുന്നത് ഉത്തരായന കാലത്തെക്കുറിച്ചാണ്. ഉത്തരായന കാലം ദേവാരാധനയ്ക്ക് വളരെ ശ്രേഷ്ഠമാണ്. അഭീഷ്ടസിദ്ധി നേടാൻ ഉത്തമ സമയവുമാണ്. ഉത്തരായന കാലം സൂര്യശക്തി വർദ്ധിക്കുന്ന കാലമാണ്. മകരസംക്രമം മുതൽ കർക്കിടക സംക്രമം വരെയാണ് ഉത്തരായന കാലം. വളരെ ചിട്ടയോടെയുള്ള പ്രാർത്ഥനകളിലൂടെ വളരെ വേഗത്തിൽ ദൈവാനുഗ്രഹം നേടാനാവും എന്നുള്ളതാണ് ഉത്തരായന കാലത്തിൻ്റെ സവിശേഷത. ധനുരാശിയിൽ നിന്നും സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്ന ദിവ്യമുഹൂർത്തമാണ് മകരസംക്രമം. മകരം 1 ദേവന്മാരുടെ പകൽ തുടങ്ങും. ഈ സമയം സ്വർഗവാതിൽ തുറക്കുമെന്നാണ് വിശ്വാസം. ആയതിനാൽ ഉത്തരായന കാലത്തിലെ 6 മാസത്തിൽ മരിക്കുന്നവർ സ്വർഗം പ്രാപിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഭീഷ്മർ സ്വർഗം പോകാൻ, അതായത് നല്ല സമയത്ത് മരിക്കാനായി ശരശയ്യയിൽ ഉത്തരായനം കാത്തു കിടന്ന കഥ അറിയാമല്ലോ. ഭാരതയുദ്ധത്തിൽ മുറിവേറ്റ് കിടന്നിരുന്ന ഭീഷ്മർ മരിക്കാൻ കൂട്ടാക്കാതെ ശരശയ്യയിൽ കിടന്നു. 56 ദിവസമാണ് കിടന്നത്. അതിനുശേഷം ഉത്തരായന കാലത്തിലാണ് അദ്ദേഹം പ്രാണൻ വെടിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. മകരമാസം 1 മുതൽ മിഥുനം അവസാനം വരെ, അതായത് കർക്കിടക സംക്രമം വരെ വളരെയധികം പുണ്യം നിറഞ്ഞ ഉത്തരായന കാലമാണ്. ഇക്കാലം ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്ന സമയവുമാണ്. സൂര്യശക്തി വർദ്ധിക്കുന്ന ഈ കാലയളവിൽ ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. മനുഷ്യരുടെ ഒരു വർഷക്കാലം ദേവന്മാരുടെ ഒരു ദിനമാണ്. അതിനാൽ ഈ കാലയളവിൽ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതും ഈശ്വരാരാധന നടത്തുന്നതും അത്യന്തം ശ്രേയസ്കരമാണ്. ഇഷ്ടകാര്യസിദ്ധിക്ക് ഉത്തമ സമയവുമാണിത്. ഈശ്വര പ്രാർത്ഥനകൾക്ക് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്ന നല്ലൊരു മുഹൂർത്തമാണ്, അല്ലെങ്കിൽ നല്ലൊരു സമയമാണ് ഉത്തരായന കാലം. ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ ഓരോ ദേവതകളുടെയും പ്രധാന മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. ഇതുവരെ മടിപിടിച്ച് നാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക് ഈ 6 മാസക്കാലം കൊണ്ട് നേടാവുന്നതിലപ്പുറവും നേടാവുന്നതാണ്. ഉത്തരായന കാലം ഒട്ടനവധി ശുഭകാര്യങ്ങൾക്ക് നല്ല സമയമാണ്. സുദർശന ഹോമം, അഘോര ഹോമം, കലശം എന്നിവയ്ക്കും പ്രാർത്ഥനകൾക്ക് ചൈതന്യം വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ല സമയമാണ് ഉത്തരായന കാലം. ദിവസവും എണ്ണ നോക്കാതെ തന്നെ പഞ്ചാക്ഷര മന്ത്ര പ്രാർത്ഥന പറ്റാവുന്ന അത്രയും പ്രാവശ്യം ഇന്നു മുതൽ ജപിച്ചോളൂ. പല വിധത്തിലുള്ള ശാപദോഷങ്ങൾ, പാപദോഷങ്ങൾ നമ്മളെ വളരെ കഷ്ടപ്പെടുത്തുന്നുണ്ടാകും. ഇതൊക്കെ മാറുവാൻ ഈ ചെറിയ ചെറിയ മന്ത്രങ്ങൾ കൂടി പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിച്ച് നമ്മളുടെ ദോഷങ്ങൾ ഇല്ലാതാക്കാവുന്നതാണ്. ഓം നമോ നാരായണായ എന്ന വിഷ്ണു മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും മഹാമന്ത്രമായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും നിത്യേന പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും തീർത്ഥസ്നാനങ്ങൾ ഇവയ്ക്കൊക്കെ തന്നെയും ഉത്തരായന കാലം അതിശ്രേഷ്ഠമാണ്. ശത്രുദോഷ ശമനം വളരെ പെട്ടെന്ന് മാറുവാനായിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ് ഭദ്രകാളി മന്ത്രം. ഭദ്രകാളിയുടെ മൂലമന്ത്രമാണ് പറയുന്നത്. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമ. ഇതുകൂടാതെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതിനും വളരെ ഉത്തമമായ സമയം തന്നെയാണ്. ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാമന്ത്രവും പറ്റാവുന്നത്രയും പ്രാവശ്യം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ധന സംബന്ധമായ ക്ലേശങ്ങൾ മറികടക്കാൻ ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മി മന്ത്രമായ ഓം ശ്രീം നമ എന്നും കനകധാരാ സ്തോത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് നിത്യേന പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും ഭാഗ്യം തെളിയുന്നതിനും വളരെ ഉത്തമമാണ്. രോഗാദി ദുരിത ശാന്തിക്കായിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ് മൃത്യുഞ്ജയ ബീജമന്ത്രം. ഓം ജും സാ സ്വാഹ എന്നതാണ് മൃത്യുഞ്ജയ ബീജമന്ത്രം. രോഗാദി ദുരിത ക്ലേശങ്ങൾ മാറാൻ മഹാദേവ ഭാവമായ മൃത്യുഞ്ജയ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രാർത്ഥിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ട് മഹാദേവനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതുകൂടാതെ മൃത്യുഞ്ജയ മന്ത്രമായ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത് എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. തൊഴിൽ ദുരിതങ്ങൾ, തൊഴിൽ ദിക്കിലെ വിഷമതകൾ, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ഒക്കെ തന്നെയും
നമ്മളുടെ വയസ്സനുസരിച്ച് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് വഴിപാടായി ചെയ്യാവുന്നതാണ്. അവിൽ നിവേദ്യം നടത്തുന്നതും കർമ്മതടസ്സം മാറാനും ജീവിതത്തിൽ നല്ല നല്ല അഭിവൃദ്ധികൾ ഉണ്ടാകുവാനും വളരെ നല്ലതാണ്. നവഗ്രഹ മന്ത്രമായ ഓം ശുക്രായ നമ എന്ന് കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നത് ധനസമൃദ്ധിക്ക് വളരെ നല്ലതാണ്. ഇതുകൂടാതെ വിദ്യാവിജയത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ 7 തിങ്കളാഴ്ച പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ്. ദക്ഷിണാമൂർത്തി മന്ത്രപുഷ്പാഞ്ജലി കുട്ടികൾക്ക് വിദ്യാവിജയം നൽകുന്നതിനും പഠിത്തത്തിലുള്ള എല്ലാ വിധത്തിലുള്ള അലസതകൾ മാറുന്നതിനും വളരെ നല്ലതാണ്. ഓം ദക്ഷിണാമൂർത്തയേ നമ എന്നും ഓം സം സരസ്വതീ നമ എന്നും ഓം ക്ലീം കൃഷ്ണായ നമ എന്നും നിത്യേന കുട്ടികൾ പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. സാരസ്വത നെയ്യ് പൂജിച്ച് വ്രതമെടുത്ത് വെറും വയറ്റിൽ 21 ദിവസം 41 ദിവസം എന്നിങ്ങനെ കുട്ടികൾക്ക് നെയ്യ് സേവിക്കാവുന്നതാണ്. രാവിലെ കുളിച്ച് വേണം ഇത് ചെയ്യുവാനായിട്ട്. മത്സ്യം മാംസമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഗണപതി ഭഗവാന് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ മാറുവാനും ഉത്തരായനത്തിൽ ചെയ്യാവുന്നതാണ്. കറുകമാല, മുക്കുറ്റി പുഷ്പാഞ്ജലി, ഗണപതി ഹോമം എന്നിവയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പെട്ടെന്നുള്ള ഫലസിദ്ധിക്ക് ഇത് കാരണമാകുന്നതാണ്. കൂടാതെ ഗണേശ ഗായത്രി ജപിക്കുന്നതും ഗണേശ മൂലമന്ത്രം ജപിക്കുന്നതും ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും നിത്യേന ജപിക്കാൻ പറ്റാത്തവർക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ജപിക്കുന്നതും വളരെ നല്ലതാണ്. വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് ഉത്തമമായ ബന്ധം ലഭിക്കുന്നതിനും ചെല്ലാവുന്നൊരു മന്ത്രമാണ് അശ്വാരൂഢ മന്ത്രം. രാവിലെയും വൈകുന്നേരവും ജപിക്കാവുന്നതാണ്. ഇത് തുടർച്ചയായി ജപിച്ചോളൂ. എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വിവാഹം വന്നു ചേരുന്നതാണ്. ഇതാണ് അശ്വാരൂഢ മന്ത്രം. ഓം ആം ഹ്രീം ക്രോം ഏഹി ഐഹി അല്ലെങ്കിൽ ഏഹി ഐഹി പരമേശ്വരി സ്വാഹ. ഈ മന്ത്രം ജപിച്ച് മുല്ലപ്പൂ കൊണ്ടും പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ്. ഈ മന്ത്രം ജപിച്ച് മുല്ലപ്പൂ നടക്കിൽ വെച്ചിട്ടും ഈ മന്ത്രത്തോടെയുള്ള പുഷ്പാഞ്ജലി പാർവതീദേവിക്ക് ചെയ്യാവുന്നതാണ്. നല്ല വിവാഹം നടക്കാൻ ഇത് വളരെ ഉത്തമമാണ്. ശത്രുദോഷങ്ങൾ വളരെ വേഗത്തിൽ മാറുന്നതിന് ചുവന്ന പൂക്കൾ, അതായത് ചെത്തി, ചെമ്പരത്തി എന്നീ പൂക്കൾ കൊണ്ടുള്ള മാലയും പൂക്കളും ഭദ്രകാളി ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് 7 ദിവസം 12 ദിവസം എന്നിങ്ങനെ ചെയ്യാവുന്നതാണ്. രക്തപുഷ്പാഞ്ജലി ശത്രുദോഷത്തിന് വളരെ ഉത്തമമാണ്. ഉത്തരായന കാലത്തിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് പെട്ടെന്നുള്ള ഫലസിദ്ധിക്ക് കാരണമാകുന്നതാണ്. ശാപദോഷങ്ങൾ മാറുന്നതിന് ശിവഭജനം വളരെ നല്ലതാണ്. ഓം നമ ശിവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിക്കുന്നത് ശാപദോഷങ്ങൾ മാറുന്നതിന് വളരെ ഉത്തമമാണ്. ഉത്തരായന കാലത്തിൽ ജപിക്കുന്നത് മൂലം വളരെ വേഗത്തിൽ ശാപദോഷം മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. കുടുംബകലഹം മാറുവാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ കൈവിഷ ദോഷങ്ങൾ മാറുവാനായിട്ട് ഉത്തരായന കാലം വളരെ നല്ലതാണ്. നമ്മുടെ നന്മയെ, നമ്മൾക്ക് നല്ലത് വരുന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റുള്ളവർ ചെയ്യുന്ന നമ്മൾക്കെതിരെ ആരെങ്കിലും ശത്രുദോഷത്താൽ ക്ഷുദ്രമന്ത്രം ജപിച്ച് എന്തെങ്കിലും കൈവിഷം നടത്തുകയോ അതിനുശേഷം വല്ല ആഹാരം നമുക്ക് കൊണ്ടു തന്ന് കഴിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. അതിന് ചെയ്യാവുന്ന പരിഹാരമാണ് പഞ്ചഗവ്യം നെയ്യിൽ ഗായത്രി മന്ത്രം, നരസിംഹ മന്ത്രം ജപിച്ച് നെയ്യ് സേവിച്ച് ഈ ദോഷങ്ങളെ മറികടക്കാനാവുന്നതാണ്. ഐശ്വര്യവർദ്ധനവ് വീണ്ടെടുക്കുന്നതിന് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇതുകൂടാതെ തന്നെ ലളിതാ പഞ്ചരത്നം, അഷ്ടോത്തര ശതനാമം, ലളിതാ സഹസ്രനാമം, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ നവഗ്രഹ ദോഷങ്ങൾ മാറുന്നതിനും ഗ്രഹത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനും ഓം ആദിത്യായ നമ, ഓം അംഗാരകായ നമ, ഓം ശുക്രായ നമ, ഓം സോമായ നമ, ഓം ബുധായ നമ, ഓം ബൃഹസ്പതയേ നമ, ഓം ശനീശ്വരായ നമ, ഓം രാഹുവേ നമ, ഓം കേതുവേ നമ എന്നിങ്ങനെ നിത്യവും
പറ്റാവുന്ന അത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും തന്നെ ഈ ഉത്തരായന കാലം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഈ മന്ത്രജപങ്ങളെല്ലാം തന്നെ ജപിക്കുന്നതും നിത്യവും മറക്കാതെ ജപിക്കുന്നതും വളരെ നല്ലതാണ്.